ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദിയുടെയും അടുത്ത ആഴ്ചയിലെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷത്തിലേക്ക് കടക്കാം. നെക്സ്റ്റ് വീക്ക് പ്രമോയാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. അടുത്ത ആഴ്ചയിലെ ഫുൾ വിശേഷമുണ്ട്. അപ്പോൾ ഏതായാലും വിശേഷത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം. അപ്പൊ ഇനി എല്ലാ സത്യങ്ങളും തെളിയാൻ പോവുകയാണ്. മറ നീക്കി പുറത്തു വരാൻ പോവുകയാണ്. നമ്മുടെ നന്ദ ഇന്ദീവരം തറവാട്ടിൽ നിന്ന് പടിയിറങ്ങുമോ, അതോ നമ്മുടെ പിങ്കി ഇന്ദീവരം തറവാട്ടിൽ നിന്ന് പടിയിറങ്ങുമോ? ആരായിരിക്കും നന്ദുവിന്റെയും ഗൗരിയുടെയും അമ്മയായിട്ട് ഇന്ദീവരം തറവാട്ടിൽ നിൽക്കുന്നത് എന്നൊക്കെയാണ് ഇനി നമ്മൾ കാണാനൊക്കെ പോകുന്നത് കേട്ടോ. അപ്പൊ ഏതായാലും വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. സസ്പെൻസ് ഒക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ ഇതിന്റെ കൂടെ ഞാൻ എല്ലാ സസ്പെൻസും പൊട്ടിക്കാം. അപ്പൊ എന്തേ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത്, അതായത് ഇന്നത്തെ ലാസ്റ്റ് സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നന്ദുമോനെ ഗൗരിമോൾ പഠിക്കുന്ന സ്കൂളിൽ തന്നെ ചേർക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഭയങ്കര സന്തോഷമായിട്ടോ. എന്ത് ചെയ്തു, നമ്മുടെ നന്ദുമോൻ നേരെ ചെന്ന് ഫോൺ എടുത്തിട്ട് ഗൗരിയെ വിളിക്കുകയാണ്. അപ്പൊ ഗൗരി വിളിച്ചപ്പോഴത്തേക്കും നന്ദു വിളിക്കുന്നത് കണ്ടത് നമ്മുടെ നന്ദയാ ഫോൺ എടുത്തത്. നന്ദ ഫോൺ എടുത്തിട്ട് എന്താ മോനെന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഗൗരിമോൾ എന്തിയെ, എനിക്ക് ഗൗരിമോളോടെ ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. ഇനി ഞാനും ഗൗരിമോളും ഒന്നിച്ചാ പഠിക്കാൻ പോകുന്നത്. അപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ നന്ദയ്ക്ക് സങ്കടമായിട്ടോ. കുട്ടീനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഒന്നും പറയാൻ നിന്നില്ല. കാരണം നമ്മുടെ നന്ദ ഓർത്തത് ഇനിയിപ്പോ ഗൗരി നന്ദുമോന്റെ സ്കൂളിൽ തന്നെ ചേർക്കൂ എന്നൊക്കെ ഓർത്തിട്ടായിരിക്കും കുട്ടി അങ്ങനെ വിളിക്കുന്നതെന്നാണ്. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദി ഒന്നും മിണ്ടുന്നില്ല. ആ മോനെന്നേ പറയുന്നുള്ളൂ. അപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ നമ്മുടെ നന്ദുമോന് മനസ്സിലായി, അതേ ഡോക്ടർ ആന്റി സങ്കടപ്പെടുവൊന്നും വേണ്ട കേട്ടോ, ഞങ്ങൾ രണ്ടുപേരും ഇനി പുതിയ സ്കൂളിലാ. പുതിയ സ്കൂളിലോ? അല്ല, മോൻ പഠിക്കുന്ന സ്കൂളിൽ തന്നെയല്ലേ പഠിക്കുന്നത്? ഹേയ്, അല്ലല്ലല്ല, പപ്പ സമ്മതിച്ചു. ഞാനേ വാശി അങ്ങോട്ട് പിടിച്ചപ്പോ പപ്പ പറഞ്ഞേ ഇനി ഗൗരിമോള് പഠിക്കുന്ന സ്കൂളിൽ പഠിച്ചാൽ മതിയെന്ന്. അപ്പൊ എനിക്കും ഗൗരിമോൾക്കും ഒരുമിച്ച് നടക്കാലോ, ഒരുമിച്ച് കളിക്കാലോ, ഒരുമിച്ച് പഠിക്കാലോ, എന്നും കാണാലോ. ഞങ്ങൾ രണ്ടും ബ്രദറും സിസ്റ്ററും അല്ലേ എന്നൊക്കെ പറയാ. ഇത് കേട്ടോ നമ്മുടെ നന്ദി ഒരു ഒറ്റ ഞെട്ടായിരുന്നു. എങ്ങനെയെങ്കിലും നമ്മുടെ നന്ദി എന്നാ പിന്നെ ഒഴിവാക്കി മാറ്റി അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ, പിങ്കിക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കണ്ട എന്ന് കരുതിയിട്ട് തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദ ഈ കുട്ടീനെ നമ്മുടെ ഗൗതം പഠിച്ച സ്കൂളല്ലേ എന്നൊക്കെ ചുമ്മാ പറഞ്ഞത് അവിടെ ആക്കിയത്. ഗൗതം പഠിച്ച സ്കൂളാണ് എങ്കിലും അതൊരു ചെറിയ പേരിന് അങ്ങിരിക്കട്ടെ. നമ്മുടെ പിങ്കിക്ക് ഒരു വിഷമം ആകണ്ട. കാരണം പിങ്കിക്ക് ഇതിനോട് വലിയ താല്പര്യം ഇല്ലെന്ന് നന്ദയ്ക്ക് അറിയാം. അപ്പൊ അതുകൊണ്ടാണ്. അപ്പം ഞെട്ടിപ്പോയിട്ടോ നമ്മുടെ നന്ദ. ഏതായാലും ഗൗരി ഈ സമയത്ത് ഓടി വന്ന് ഫോൺ മേടിച്ചോണ്ട് പോയി. അങ്ങനെ നമ്മുടെ നന്ദുമോൻ പറഞ്ഞു, അതേ ഗൗരിമോളെ, ഇനി നമ്മൾ രണ്ടും ഒരുമിച്ചാ പഠിക്കുന്നത്. ഞാനേ ഇനി പഴയ സ്കൂളിലല്ല. ആ സ്കൂൾ എനിക്ക് ഇഷ്ടമല്ല. ആ സ്കൂളിൽ എല്ലാവരും എന്നോട് വഴക്കുണ്ടാക്കും. അതുകൊണ്ട് ഞാൻ ഇനി പഠിക്കാൻ പോകുന്നത് ഗൗരി പഠിക്കുന്ന സ്കൂളിലാണ്. നമ്മൾ രണ്ടുപേരും നമ്മുടെ പപ്പ പഠിച്ച സ്കൂളിലാണല്ലോ പഠിക്കുന്നത് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നിട്ടോ നമ്മുടെ നന്ദയ്ക്ക്. ഇതെന്താണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്, അത് പിങ്കിക്ക് വിഷമമാവൂലോ എന്ന് പറഞ്ഞ് നേരെ നമ്മുടെ പിങ്കിനെ ഫോൺ വിളിക്കുകയാണ്. അങ്ങനെ നമ്മുടെ നന്ദ പിങ്കിനെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, അതെ പിങ്കി, ഞാൻ മാക്സിമം നോക്കിയതാ, രണ്ടുപേരെയും ഒരു സ്കൂളിൽ ചേർക്കണ്ട എന്ന തരത്തിൽ തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റിയത് മോളെ. പക്ഷെ എന്ത് ചെയ്യാനാ, ഗൗതം സാറ് നന്ദുമോനെയും കൂടി ഇങ്ങോട്ടേക്ക് ചേർക്കുക എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ ഒരു നിസ്സഹായ അവസ്ഥയിൽ എത്തി നിൽക്കുക. എന്നോടൊന്നും തോന്നരുത് പിങ്കി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, നന്ദേ, എനിക്ക് നന്ദയോട് എന്ത് തോന്നാനാ, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല. പണ്ട് മുതലേ എൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒന്നും നടക്കാറില്ലെന്ന് നന്ദയ്ക്കറിയാലോ. ഞാന് ഇപ്പൊ ഒന്നിനും വാശി പിടിക്കാറുമില്ല. എൻ്റെ ജീവിതം എന്തിനു വേണ്ടിയാണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല. ഇനി എൻ്റെ ജീവിതം എൻ്റെ മകന് വേണ്ടി മാത്രം ഞാൻ ഒഴിഞ്ഞു വെച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ എനിക്ക് വേണമെങ്കിൽ വാശി പിടിച്ച് അവനെ മാറ്റായിരുന്നു. പഴയ സ്കൂളിൽ തന്നെ പഠിച്ചാൽ മതി എന്ന് പറയായിരുന്നു. പക്ഷേ വാശിയോ വൈരാഗ്യമോ ഒന്നും ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കുന്നില്ല. കാരണം എനിക്ക് എൻ്റെ കുഞ്ഞ് തന്നെയാണ് വലുത്. ഈ ലോകത്ത് എനിക്ക് എൻ്റെ കുഞ്ഞല്ലാതെ വേറെ ആരുമില്ല. അതുകൊണ്ട് അവനെ സങ്കടപ്പെടുത്താനും വിഷമിക്കാനും എനിക്ക് പറ്റില്ല. അതുപോലെ ആ സ്കൂളിൽ ആരും അവനെ മൈൻഡ് ചെയ്യുന്നില്ല അത്രേ. അവനോട് എല്ലാവരും വഴക്കുണ്ടാക്കുകയാണെന്ന് അത്രേ. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടമായി നന്ദ. അതുകൊണ്ട് ഞാനും തീരുമാനിച്ചു, അവർ രണ്ടും ഒരുമിച്ച് പഠിക്കാനാ വിധിക്കപ്പെട്ടതെങ്കിൽ ഒരുമിച്ച് പഠിക്കട്ടെ. പിന്നെ പല സങ്കടങ്ങളും വരും, അത് ഞാനങ്ങ് മറക്കും. അല്ലാതെ ഈ പിങ്കിക്ക് എന്ത് ചെയ്യാനാ, ഈ പിങ്കിക്ക് എന്നും അങ്ങനെ തന്നെയാണല്ലോ.
സന്തോഷം വരും, സങ്കടം വരും, എല്ലാവർക്കും വേണ്ടി മാറ്റിവെച്ച ജീവിതം, ഇതങ്ങനെ അങ്ങ് മുന്നോട്ടേക്ക് പോട്ടെ എന്ന് ഭയങ്കര വിഷമത്തോടു കൂടിയൊക്കെ ഇങ്ങനെ പറയാണ്. ഇത് കേട്ടപ്പോഴത്തേക്കും ഭയങ്കര സങ്കടമായിട്ട് നമ്മുടെ നന്ദയ്ക്ക് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. അപ്പൊ ഇത് കേട്ടിട്ട് നമ്മുടെ മോഹിനി വന്നിട്ട് നീ സ്വയം പഴിച്ച്, നീ സ്വയം നിന്റെ ജീവിതം നശിപ്പിച്ച് നീ ഇങ്ങനെ കിടന്നോ പിങ്കി, നീ എന്താ പിങ്കി ഇങ്ങനെയായി പോയത്? അവള് വാശി കാണിച്ച് വാശി പിടിച്ച് ഓരോന്ന് നേടുമ്പം നീ എല്ലാവരുടെയും മുമ്പിൽ കുനിഞ്ഞു നിൽക്കുക, പ്രത്യേകിച്ച് ഗൗതമിന്റെ മുമ്പില്. ഞാനൊരു കാര്യം പറയാം, ഈ ഗൗതമും ഗൗരിയും അതുപോലെ തന്നെ നന്ദയും അവരൊരു ഫാമിലിയാ, ഒരു കുടുംബമാ. അത് നീ മറക്കരുത്. പലതവണ ഞാൻ നിന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യ, കുറച്ച് ദിവസം ഈ കുഞ്ഞിനെ കൂട്ടി നിന്റെ പപ്പയുടെ അമ്മയുടെ അടുത്ത് പോയി നിൽക്കുക. അവിടെ പോലും പോകാതെ, നിന്റെ പപ്പയും അമ്മയും പോലും നീ തിരിഞ്ഞു നോക്കാതെ ഈ കുടുംബത്തിന് വേണ്ടി എന്തിനാ നീ കഷ്ടപ്പെടുന്നത്? ഇത് കണ്ടിട്ടെ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെരുത്ത് കേറുന്നുണ്ട്. എല്ലാവരും ഇപ്പൊ പൊക്കിക്കൊണ്ട് നടക്കുന്നുണ്ടല്ലോ ആ കൊച്ചിനെ, ഗൗരിമോളെ. നീ എന്റെ പൊന്നു പിങ്കി, ഞാൻ പറയുന്നത് ഇനിയെങ്കിലും മനസ്സിലാക്ക്. നിനക്ക് വേണ്ടിയാ ഞാൻ പറയുന്നത് മോളെ. നീ ലാസ്റ്റ് അനാഥയായി പോകും, നിനക്ക് ആരുമില്ലാതെ പോകും, ഒരിടവില്ലാതെ പോകും. അത് നീ ഓർക്കണം. ലാസ്റ്റ് നിന്റെ അപ്പനും അമ്മയും മാത്രമേ നിനക്ക് കാണത്തുള്ളൂ എന്നിങ്ങനെ പറയാ. ഏതായാലും നമ്മുടെ പിങ്കി അപ്പനെയും അമ്മേനെയൊക്കെ ഉപേക്ഷിച്ചിട്ടാണല്ലോ ഇന്ത്യവരം തറവാട്ടിലെ നമ്മുടെ ഗൗതമിന്റെ ആ ഒരു ഭാര്യ എന്നൊരു പദവി ഏറ്റെടുത്തത്. അപ്പം മോഹിനി കുറച്ച് പറയുന്നതിലും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. എന്തിനും ഏതിനും നമ്മുടെ നന്ദയ്ക്കൊരു വാശിയുണ്ട്, അത് ശരിയാണ്. പക്ഷെ പിങ്കി ഇപ്പോഴും ഗൗതം 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 എന്ന് പറഞ്ഞ് ചത്ത് കിടക്കുകയാണ്. പിങ്കിയുടെ ജീവിതം സത്യം പറഞ്ഞ ഒരു തരത്തിലും എവിടെയും എത്തിയിട്ടുമില്ല. അപ്പൊ പിങ്കി തന്നെ ഇങ്ങനെ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്ന് ആലോചിക്കുകയാണ്, ഞാൻ എന്താ ഇങ്ങനെയായി പോയത്? എന്നെ എന്നെ എന്തിനാ ഈ ലോകത്തിലേക്ക് പിറവിയെടുപ്പിച്ചത്? ഞാൻ സങ്കടങ്ങൾ മാത്രം നിറഞ്ഞൊരു ലോകത്തേക്ക് എന്തിനാ എന്നെ പറഞ്ഞയച്ചത്? ഒരു സന്തോഷവും ഈ പിങ്കിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. കുറച്ചു നാൾ ഈ പിങ്കി സന്തോഷിച്ചു ഗൗതമിന്റെ ഭാര്യ എന്നും പറഞ്ഞ്. ഇപ്പൊ ആ പദവിയും കൂടി ആണല്ലോ എനിക്ക് നഷ്ടമാകുന്നതെന്ന്. അങ്ങനെ ഒരു അവസ്ഥയിലാണുള്ളത്. അപ്പൊ ഇതിനിടയിലൊക്കെയാണ് രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ടല്ലോ നമ്മുടെ ആരുടെ നന്ദുമോനെ മിസ്സായ സ്ഥലത്ത് നിന്നും ഒരു സിസ്റ്ററിന്റെ കയ്യിലാണല്ലോ കിട്ടിയത് ആ ഒരു ബസ് അപകടത്തില്. ആ ഒരു സിസ്റ്റർ ആ നന്ദുമോനെ കാണാനായിട്ട് വരികയാണ്. അപ്പൊ നന്ദുമോനെ കാണാനായിട്ട്, അതായത് വർഷങ്ങൾക്ക് ശേഷം, 5-6 വർഷങ്ങൾക്ക് ശേഷം ആ കുട്ടിയെ കാണാൻ വരികയാണ്. അപ്പം പുള്ളിക്കാരി പുറത്തെങ്ങാണ്ടായിരുന്നു, പുള്ളിക്കാരിനെ ഇടയ്ക്ക് കാണിച്ചായിരുന്നല്ലോ. അപ്പൊ പുള്ളിക്കാരി വരികയാണ്. പുള്ളിക്കാരി അങ്ങനെ നമ്മുടെ ഇന്ത്യവരം തറവാട്ടിലെ എത്തുന്നു. 2 സിസ്റ്റേഴ്സ് വരുന്നു. അങ്ങനെ ആ 2 സിസ്റ്റേഴ്സും കൂടി വന്ന് നമ്മുടെ നന്ദുമോനെ കാണാൻ വേണ്ടി എത്തുകയാണ്. ഏതായാലും ആ 2 സിസ്റ്റേഴ്സ് വരുമ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിമന്യു ആണ് നന്ദുമോൻ എന്ന് ഇവർക്കൊക്കെ മനസ്സിലാകുന്നത്. പെട്ടെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പിടികിട്ടുന്നില്ല. അപ്പം ഈ കുട്ടിയുടെ അച്ഛനാര് അമ്മയാര് എന്നിങ്ങനെ എടുത്ത് ചോദിക്കുന്നുണ്ട് ഈ കുട്ടി. അപ്പൊ നമ്മുടെ നന്ദുമോനെ, കാരണം നന്ദുമോനെ അഡോപ്റ്റഡ് ആണെന്ന് നന്ദുമോനെ ഓൾറെഡി മനസ്സിലായി കഴിഞ്ഞല്ലോ. അപ്പൊ ഇവര് വന്നപ്പോഴത്തേക്കും ഈ സിസ്റ്ററാണ് മോനെ ഞങ്ങൾക്ക് തന്നത് എന്ന് പറഞ്ഞപ്പം എൻ്റെ അച്ഛനും അമ്മയും ആരാ എനിക്ക് കാണിച്ചു തരുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ഒരു നിവൃത്തിയില്ലല്ലോ, സിസ്റ്റർമാർക്ക് വേറെ പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ ഗൗതമും പറഞ്ഞു അവനെല്ലാം അറിയാം, അവൻ ഇപ്പൊ തന്നെ എല്ലാം അറിയാം, അവനെ ഞങ്ങളെല്ലാം പറഞ്ഞു പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അവന്റെ അച്ഛനെയും അമ്മേനെയും ആരാണെന്ന് അറിയാനുള്ള കൊച്ചിന്റെ ആഗ്രഹം കൊണ്ടാണ് അവൻ അങ്ങനെയൊക്കെ പറയുന്നത്. ഇങ്ങനെ അവര് ഒരു സ്ഥലത്തൊക്കെ തേടി കുറെ പോയതാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ സിസ്റ്റർമാര് പറയാണ് നന്ദുമോന്റെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പില്ല. ഞങ്ങളുടെയൊക്കെ ഒരു ഇതില്, അതായത് ഞങ്ങളുടെയൊക്കെ ഒരു തോന്നലാണോ, ഇനിയിപ്പം ഞങ്ങളുടെയൊക്കെ അറിവില് ഒരു വലിയൊരു ബസ് അപകടം ഉണ്ടായില്ലേ ഒരു സമയത്ത്, ആ ഒരു ബസ് അപകടത്തിലാണ് ഈ കുട്ടിയുടെ അമ്മയും അച്ഛനും ഒക്കെ മരണപ്പെട്ടത്. ഈ കുട്ടി തെറിച്ച് കാട്ടിലേക്ക് വീഴുമായിരുന്നു. കുറച്ച് ആദിവാസികളുടെ കയ്യിലാണ് കിട്ടിയതെന്ന്. അപ്പൊ എല്ലാ കണക്കും ഇങ്ങനെ ഇതും വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ആ ഒരു ബസ് അപകടം ഏതാന്ന് ചോദിക്കുകയാണ്. അപ്പൊ അതിന്റെ പേര് പറയുന്നു. അപ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി വായിച്ചപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അഭിമന്യു ആണെന്ന് നമ്മുടെ ഗൗതമിനും ഇന്ത്യവരം തറവാട്ടിലെ എല്ലാവർക്കും മനസ്സിലാകുന്നത്. ഞെട്ടിപ്പോവുകയാണ് കേട്ടോ, നമ്മുടെ പിങ്കിയൊക്കെ ഞെട്ടി തരിച്ചു പോവുകയാണ്. ഈ വിവരം സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നന്ദയും അറിയുന്നു. ഏതായാലും നന്ദ അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നന്ദ ഒരു വാക്ക് പറഞ്ഞിരുന്നല്ലോ, എൻ്റെ മകൻ എന്ന് എന്നോട് വന്ന് പറയുന്നുവോ ഈ വീട്ടിൽ താമസിക്കാന്, അവൻ്റെ അച്ഛൻ്റെ കൂടെ അവൻ്റെ അച്ഛൻ്റെ ഭാര്യയായിട്ട് താമസിക്കാന്, അവൻ്റെ അമ്മയായിട്ട് താമസിക്കാൻ എൻ്റെ മോൻ എന്ന് ഇറങ്ങി വന്ന്, സ്വർഗത്തു നിന്ന് ഇറങ്ങി വന്ന് പറയുന്നു, ജീവനോടെ വന്ന് പറയുന്നു, അന്ന് ഞാൻ ഈ വീട്ടിൽ താമസിക്കുമെന്ന്. ഏതായാലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മുടെ നന്ദയെ വിളിച്ച് പറയുകയാണ് നമ്മുടെ നന്ദുമോനെ, എൻ്റെ അമ്മ ഇങ്ങോട്ടേക്ക് വരണമെന്ന്. ഒന്നും മനസ്സിലായില്ല നമ്മുടെ നന്ദയ്ക്ക് ആദ്യം. അങ്ങനെ നമ്മുടെ ഗൗതമും ചെല്ലുകയാണ് നന്ദയുടെ അടുത്തേക്ക്. സത്യങ്ങളൊക്കെ നമ്മുടെ നന്ദയും അറിയുകയാണ്. സത്യങ്ങൾ അറിയുമ്പോഴേക്കും
ഇനി അവിടെ ഒരു പൂജയാണ് നടക്കാൻ പോകുന്നത്. അതും എന്തൊക്കെയോ പൂജകളും എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്തോ പൂജയാ, ശുദ്ധി പൂജയോ എന്തോ ഒരു പൂജ നടക്കുമെന്ന് പറഞ്ഞൊരു പൂജയൊക്കെ നടത്തുന്നുണ്ട്. നമ്മുടെ നന്ദുമോനും അതുപോലെ തന്നെ നന്ദയ്ക്കും കൂടെ വേണ്ടി ഒരു പൂജ നടത്തുകയാണ്. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ, അതായത് നന്ദുമോനും മരിച്ചുപോയെന്ന് ഓർത്താണല്ലോ ഇരുന്നത്, അതുപോലെ നമ്മുടെ നന്ദയും മരിച്ചുപോയെന്നൊക്കെ ഓർത്താണല്ലോ ഇരുന്നത്. അപ്പൊ അവർക്ക് രണ്ടുപേർക്കും വേണ്ടി എന്തോ ജലശുദ്ധി പൂജ അങ്ങനെ എങ്ങാണ്ട് ഒരു പൂജ നടത്തിയാണ് ഇവരെ ഇന്ദിവരം തറവാട്ടിലേക്ക് വീണ്ടും കയറ്റുന്നത്. ഏതായാലും പിങ്കിയുടെ അവസ്ഥ എന്തായി തീരും. നമ്മുടെ പിങ്കി പോയി വല്ല ആത്മഹത്യം ചെയ്ത് കഴിഞ്ഞാൽ തീർന്നെന്ന് കൂട്ടിക്കൊണ്ടാൽ മതി. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഥ ബോറായി പോവുകയുള്ളൂ. ഏതായാലും നമ്മുടെ പിങ്കി ഇന്ദിവരം തറവാട്ടിൽ ആരുടെ അമ്മയായിട്ട് ഇനി നിൽക്കും? പിങ്കി നമ്മുടെ ഗൗരിയും നന്ദുമോന്റെയും അമ്മ, ഒറിജിനൽ അമ്മ ആര് തന്നെയാണ്? നമ്മുടെ നന്ദ തന്നെയാണ്. ഏതായാലും നമ്മുടെ പിങ്കിക്കൊന്നും സംഭവിക്കുന്നൊന്നുമില്ല കേട്ടോ. പിങ്കി എന്നും അന്നും ഇന്നും നമ്മുടെ നന്ദുമോന്റെ പെറ്റമ്മ തന്നെയാണ്. കാരണം പ്രസവിച്ചതാണല്ലോ, അപ്പൊ പിന്നെ പെറ്റമ്മയ്ക്ക് തുല്യമാണല്ലോ. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും പ്രസവിച്ചതാണ്. ഇപ്പം പ്രസവിച്ചിട്ട് ഒരു ദിവസം തന്നെ മാറ്റുവാണെങ്കിൽ ഓക്കെ, യാതൊരു കണക്ഷനും ഇല്ലെന്ന് പറയാം. പക്ഷെ പ്രസവിച്ചപ്പം മുതൽ ആ കുട്ടി നമ്മുടെ പിങ്കിയുടെ കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പിങ്കിക്ക് ആ ബന്ധം ഉപേക്ഷിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇന്ദിവരം തറവാട്ടിലും അങ്ങനെ തന്നെയാണ്. അങ്ങനെ നമ്മുടെ പിങ്കിയും ഇന്ദിവരം തറവാട്ടിൽ നിന്ന് പോകത്തൊന്നുമില്ല കേട്ടോ. നമുക്ക് കാത്തിരുന്ന് കാണാം ബാക്കി സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. ഈ ഒരു മാസം കൊണ്ട് നമ്മുടെ കഥ തീരും. 1, 2, 3 ആഴ്ച കൂടുതൽ നമ്മുടെ കഥ ഇനി മുന്നോട്ടേക്ക് ഇല്ല കേട്ടോ. സത്യങ്ങളൊക്കെ തെളിഞ്ഞിരിക്കുകയാണ്. മിക്കവാറും 2 ആഴ്ച വരെ കഷ്ടി പോകുമായിരിക്കും. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാറുള്ളൂ. അപ്പോൾ അടുത്ത വിശേഷവുമായിട്ട് വരുന്ന എല്ലാവർക്കും ബൈ ബൈ.